കേരള സ്കൂൾ ബാഡ്മിന്റൺ കായിക താരങ്ങളുടെ ഭോപ്പാൽ എന്നുള്ള തിരിച്ചുവരവും അനിശ്ചിതത്വത്തിൽ നിന്ന് വാർത്ത വരുന്നു. 2 പേർക്ക് മാത്രമാണ് ടിക്കറ്റ് കൺഫേം ആയത്. ഇന്ന് രാത്രി 10:50 ട്രെയിൻ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, ഈ കുട്ടികൾ നേരത്തെ അങ്ങോട്ടുള്ള ഭോപ്പാലിലേക്കുള്ള യാത്രയും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് മന്ത്രി ഇടപെട്ടാണ് ഇവർക്ക് വിമാന ടിക്കറ്റൊക്കെ ഉറപ്പാക്കി അവരെ അവിടെ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ തിരിച്ചുവരവും അതേപോലെ തന്നെയാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നിന്ന് പോയപ്പോൾ ആ കുട്ടികൾ നേരിട്ട അതേ ബുദ്ധിമുട്ട് തന്നെയാണ് ഭോപ്പാലിൽ നിന്നുള്ള മടങ്ങിവരവിൽ നേരിട്ടിരിക്കുന്നത്. ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. 2 പേരുടെ ടിക്കറ്റ് മാത്രമാണ് കൺഫേം ആയത്. നവംബർ 14 തീയതിയാണ് കുട്ടികൾ പോയത്. ഇപ്പോൾ ഇത്രയും ദിവസമായി. അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്തോടുകൂടി കൺഫേം ചെയ്യാമായിരുന്നു. കോട്ടയിലടക്കം കൺഫേം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. നിലവിൽ 2 പേരുടെ ടിക്കറ്റ് മാത്രം കൺഫേം ആയി. ബാക്കി കുട്ടികൾ സാമ്പത്തികമുള്ള ആളുകൾ സ്വന്തം നിലക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. ബാക്കിയുള്ള കുട്ടികൾ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തുക എന്നുള്ളതാണ് അവർക്ക് മുൻപിലുള്ള ഏക പോംവഴി. അതിദാരുണമായ സംഭവം അല്ലെങ്കിൽ സങ്കടം ചെലുത്തുന്ന കാര്യമാണ്. കാരണം കേരളത്തിന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടി പോയിട്ടുള്ള കുട്ടികളാണ്. കേരളത്തിന്റെ അഭിമാന താരങ്ങളായി ഭാവിയിൽ വരേണ്ട താരങ്ങളാണ്. ആ താരങ്ങൾക്കാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ട് നേരിട്ടു. പിന്നീട് നമ്മളടക്കം വാർത്ത ചെയ്തത് മന്ത്രി ഇടപെട്ടു. തിരിച്ചു വരുമ്പോഴും സമാനമായ രീതിയിലെ ബുദ്ധിമുട്ട് നേരിടുന്നു. നമ്മൾ കോടികൾ മുടക്കി വിദേശത്ത് നിന്ന് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടത്താൻ പോകുമ്പോൾ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മുറ്റത്തുള്ള നമ്മുടെ സ്വന്തം കായിക താരങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുർസ്ഥിതി ഉണ്ടാകുന്നത്. അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കാൻ പോലും അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ പോലും വലിയ നിസ്സംഗത വിദ്യാഭ്യാസ വകുപ്പ് പുലർത്തുന്നു, കായിക വകുപ്പ് പുലർത്തുന്നു എന്നുള്ളതാണ് ദാരുണമായ സംഭവം. ഇനി അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള മാർഗം സ്വന്തമായി ടിക്കറ്റ് എടുത്ത് വരിക. അങ്ങനെ കുറച്ചു പേർ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ആ സംവിധാനം ഒന്നാകെ ഇടപെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിഷ്ണു, വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ ഇടപെട്ടതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു ടൂർണമെന്റ്, ഒരു ചാമ്പ്യൻഷിപ്പാണ്. അവിടേക്കാണ് കുട്ടികൾ കളിക്കാൻ പോയത്. അപ്പോൾ എപ്പോൾ ഈ മത്സരം തുടങ്ങും, എപ്പോൾ അവസാനിക്കുന്നൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ടിക്കറ്റ് കൺഫേം ആകാതിരിക്കുക എന്ന് പറയുമ്പോൾ വൈകി മാത്രം ബുക്കിങ്ങിന് ശ്രമിച്ചു കാണും എന്നത് വ്യക്തമാവുന്നുണ്ട്. നമുക്ക് അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമുണ്ടോ? എപ്പോഴാണ് ഈ തിരിച്ചുവരവ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത്? അത് ഏത് ഡേറ്റിലാണ്? അത്തരം കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ നമുക്ക്? പ്രജിൻ, അവിടുത്തെ രക്ഷിതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഒഫീഷ്യൽസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സമയമെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ടിക്കറ്റ് നിലവിൽ കൺഫേം ആകാതിരിക്കുന്നത് എന്നാണ് രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഭോപ്പാലിലേക്കുള്ള യാത്രയും സമാനമായ രീതിയിലാണ് വൈകിയതും ടിക്കറ്റ് കൺഫേം ആകാതിരുന്നതും. ഏറ്റവും അവസാന നിമിഷം വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് വാർത്തകളുടെ എല്ലാം സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടപെട്ട് വിദ്യാർത്ഥികൾക്ക് ഭോപ്പാലിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തത്. ഒരു പാഠം അവരുടെ കൺമുൻപിലുണ്ട്. ആ പാഠം കൊണ്ടും അവർ പഠിക്കുന്നില്ല. തിരിച്ചിങ്ങോട്ടേക്കുള്ള വരവും സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കായിക താരങ്ങൾ പ്രതിസന്ധി നേരിടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. 2 ടിക്കറ്റുകൾ മാത്രം കൺഫേം ആയിരിക്കുന്നു. ബാക്കി 12 വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് അറിയില്ല. ചില മാതാപിതാക്കൾ സ്വന്തം നിലക്ക് തന്നെ കുട്ടികൾക്ക് പണം നൽകി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോഴാണ്. കാരണം ഈ രീതിയിൽ ഒരു തവണയല്ല, അതേ അവസ്ഥ തന്നെ വീണ്ടും ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായ വീഴ്ച, അത് പഠിക്കുന്നില്ല, പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് നേരത്തെ സംഭവിച്ചതുപോലെ. വിമാന ടിക്കറ്റ് അത് എടുത്തു കൊടുത്ത് കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് അധികൃതർ സ്വീകരിക്കേണ്ടത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.